പാകിസ്ഥാന് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുകയില്ല. മധ്യസ്ഥ ചർച്ച ഖത്തർ ഏറ്റെടുത്തു. അങ്ങനെ ഖത്തർ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായിരിക്കുന്ന രാജ്യമായിട്ട് മാറുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നാളുകളെ, അത് യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ മധ്യസ്ഥ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. എവിടെയും എത്താത്ത രീതിയിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യതയോടുകൂടി നിലപാട് പറയാൻ ഒരു രാജ്യം മുന്നോട്ട് വരാത്തത് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുകയും ചെയ്തു. അമേരിക്ക ഒരു കക്ഷി ആയതുകൊണ്ട് മധ്യസ്ഥ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസം. അവരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ ഇടപെടാത്തത് അതിനേക്കാൾ വലിയ പ്രയാസം. ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ പോയത്. അങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മധ്യസ്ഥരായിട്ട് പാകിസ്ഥാൻ എത്തുന്നത്. പാകിസ്ഥാൻ ചരിത്രത്തിൽ മധ്യസ്ഥത വഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്. കാര്യം പ്രശ്നങ്ങളും വിഷയങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ആക്രമണങ്ങളും അവസാനിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ. അവർക്ക് മധ്യസ്ഥ ചർച്ച നടത്താൻ സമയമില്ല. അവിടുത്തെ പ്രശ്നം തന്നെ തീർക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഇതിലൊരു മുസ്ലിം രാജ്യം, പ്രത്യേകിച്ച് ആണവായുധമുള്ള രാജ്യം എന്ന നിലയ്ക്ക് അവർ ഇടപെടുന്നത് ഒരുപാട് ഗുണമുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കുന്നു. അങ്ങനെ പതുക്കെ പാകിസ്ഥാനെ ഇതിലേക്ക് വലിച്ചു കയറ്റുന്നു. പാകിസ്ഥാനാണെങ്കിൽ വലിയ സന്തോഷം, വലിയ അംഗീകാരം കിട്ടുകയാണല്ലോ. അങ്ങനെ അവർ മധ്യസ്ഥ ചർച്ച ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തി, പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിൽ ചർച്ച നടത്തി. എവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 3 ദിവസമൊക്കെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ ഇറാനിൽ പോയി താമസിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ വിദേശകാര്യ അബ്ബാസ് അറാജി ലോക സന്ദർശകമായിട്ട് നടത്തുന്നതിനോടനുബന്ധിച്ച് പാകിസ്ഥാൻ സന്ദർശിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയാണ്, 10 ദിവസം കഴിഞ്ഞിപ്പോൾ. അത് പാകിസ്ഥാന്, ഒമാന്, പിന്നീട് ചൈന യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ആ വഴിയിലൂടെയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ പാകിസ്ഥാനിലേക്ക് എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സമാധാന ചർച്ചയൊക്കെ നടത്തുമെന്ന് പറഞ്ഞിട്ട് വലിയ സംവിധാന കാര്യങ്ങളൊക്കെ അമേരിക്ക ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി അതിനൊന്നും പ്രതികരിച്ചത് തന്നെയല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾ അമേരിക്കയുമായിട്ടുള്ള ചർച്ചക്കല്ല വന്നത്, ഞങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദ സന്ദർശനമാണ്. അത് ഒമാനിലുമുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ചൈനയിലുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എത്തി. അവരുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെ തുറന്ന് പറഞ്ഞു. 2025 ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്കൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കേന്ദ്രീകൃതമായിരിക്കുന്ന മേഖല മാത്രം ബാധിക്കപ്പെട്ടതായിരുന്നു. പിന്നീട് അത് ഒരു മാസം കഴിഞ്ഞതോടുകൂടി, 15 ദിവസം കഴിഞ്ഞതോടുകൂടി തന്നെ ഏറെക്കുറെ അത് ശാന്തമായി അത് അവസാനിച്ചു. ഇനി ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കും എന്നൊരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്ത് വന്നു. അപ്രതീക്ഷിതമായി 2026 യുദ്ധം വരുന്നതിന് മുൻപ് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ യുദ്ധം 3 രാജ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവസാനിക്കില്ല, ഇത് വിപുലമായിരിക്കുന്ന മേഖലാ യുദ്ധമായിട്ട് തീരുമെന്നുള്ളത്. സമാനമായ രീതിയിൽ തന്നെ മേഖലാ യുദ്ധമായിട്ട് അത് പരിണമിച്ചു. അറേബ്യൻ രാജ്യങ്ങൾക്ക് നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടായി. സമാനമായ രീതിയിൽ അവിടേക്ക് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. ആ തിരിച്ചടിയോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ കനത്ത തിരിച്ചടി ലഭിച്ച രാജ്യങ്ങളിലൊന്ന് ഖത്തറാണ്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളതിന് ഇനി ശ്രമിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പല ഘട്ടങ്ങളിലും ഖത്തറിനോട് ഈ കാര്യങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവന് തയ്യാറായിട്ടില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇറാൻ തന്നെ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുന്നു. എന്നാൽ ഖത്തർ ഇറാനുമായിട്ടാണ് ബന്ധപ്പെട്ടത് എന്ന അഭിപ്രായം പുറത്തു വരുന്നു. അവരേറെക്കുറെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ സമയത്താണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. നമ്മളെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രധാനമായിരിക്കുന്ന, ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത തരത്തിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നം തീർത്ത ഏകദേശം ഒരു 10 സംഭവങ്ങൾ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ വിശദീകരിക്കാം. UN സഭ അല്ലെ ഐക്യരാഷ്ട്രസഭ എടുക്കുന്ന പണി യഥാർത്ഥത്തിൽ ഖത്തർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇടത്തിലേക്ക് വിഷയങ്ങൾ അന്വേഷിച്ച് പോയിട്ട് മാന്യമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഖത്തർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2007 യമനും ഹൂത്തികളും തമ്മിൽ, യമൻ സർക്കാരും ഹൂത്തി വിമതരും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആരംഭിച്ചു. സന പിടിച്ചെടുക്കുക, തലസ്ഥാനമായിരിക്കുന്ന സന നഗരം പിടിച്ചെടുക്കുന്ന അടക്കമുള്ള വലിയ വിഷയങ്ങൾ വന്ന സമയത്ത് ഒരുപാട് മരണങ്ങളുണ്ടായി, കൂട്ടക്കുരിശലുണ്ടായി, വെടിവെപ്പുകളുണ്ടായി. അങ്ങനെ സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ തകർന്നു. ആ സമയത്താണ് ഖത്തർ പ്രത്യക്ഷപ്പെടുന്നത്. യമനും ഹൂത്തികൾക്കുമിടയിൽ മധ്യസ്ഥനായിക്കൊണ്ട് അവിടുത്തെ പ്രശ്നത്തിന് താൽക്കാലികമായിരിക്കുന്ന ഒരു പരിഹാരം 2007 ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇത് ലോക ശ്രദ്ധ നേടിയതാണ്. ഇതിനു മുൻപ് തന്നെ പല രീതിയിലുള്ള ഇടപെടലുകളും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടില്ല. UN പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പരാതി എത്തിയിരുന്നു. UN പോലും ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല, പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല.
2008 ഹിസ്ബുള്ള ഗ്രൂപ്പും ഈ ലെബനൻ സർക്കാരും തമ്മിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അവിടെയും ഈ വലിയ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ രണ്ട് കൂട്ടർ തുല്യ ശക്തികളാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പ് വലിയ ശക്തിയാണ്, പിന്നെ ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് അവർക്ക് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അത് വേറെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ജനങ്ങളുടെ പലായനം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയ സമയത്ത് അവിടെ ഖത്തർ ഇടപെടുന്നു. അങ്ങനെ താൽക്കാലികമായിരിക്കുന്ന ഒരു യുദ്ധവിരാമം കരാർ വ്യവസ്ഥ പ്രകാരം പ്രഖ്യാപിക്കുന്നു. ദോഹ എഗ്രിമെൻറ്റ് എന്നൊക്കെ അതിന് പറയും. 2008 2009 സുഡാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായി. സുഡാനും ചാഡ് വിഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളുണ്ടായി. അത് അവരുടെ പ്രത്യേകമായിരിക്കുന്ന പ്രാകൃത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി സുഡാൻ സർക്കാർ എന്നൊക്കെയാണ് ചാഡ് വിഭാഗം പറയുന്നത്. അവർക്കൊക്കെ ഈ ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഭരണ സംവിധാനം നിലനിർത്തുക എന്നുള്ള ഒരു രീതി സാധാരണ സുഡാനിലൊക്കെ ഉണ്ടാവാറുണ്ട്. അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു ഏരിയയാണ് അത്. പ്രത്യേകമായി സമൂഹമായിട്ടാണ് കാണുന്നത് ചാഡ് വിഭാഗം. ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഈ പറയപ്പെട്ട പോലെ വലിയ രക്തരൂക്ഷിതമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അവിടെ 2009 വർഷത്തിൽ സമാധാന ശ്രമവുമായിട്ട് ഖത്തർ എത്തുന്നു. ആ പ്രശ്നത്തിന് വിരാമം ഉണ്ടാകുന്നു. 2011 സുഡാനിൽ വീണ്ടും ദർഫർ വിമതർ എന്ന് പറയുന്ന ഒരു വിഭാഗം പൊട്ടിപ്പുറപ്പെടുന്നു. അവിടെ ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടുന്നു, വിഷയങ്ങൾ ഉണ്ടാകുന്നു. അവിടെയും ഇടപെട്ടത് ഖത്തറാണ്. പിന്നീട് ഈ ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫത്ത ഹമാസ് രണ്ട് വിഭാഗം, ഈ വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഫത്ത വിഭാഗവും ഈ ഗസ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹമാസ് വിഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചവർക്ക് വലിയ സന്തോഷം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും മരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പ്രാദേശിക ഭരണവുമായിട്ട് ബന്ധപ്പെട്ടും രണ്ട് നയങ്ങൾ, ഒരു തീവ്ര ചിന്താഗതിക്കാരാണ് ഒരു ഭാഗത്തെങ്കിൽ, ഒരു സമാധാന ചിന്താഗതിക്കാരാണ് വെസ്റ്റ് ബാങ്കിലുള്ള ഫത്താ വിഭാഗം എന്ന് പറയുന്നത്. ആ ഫത്താ വിഭാഗം സമാധാനം ആയിട്ട് കുത്തിരിക്കുക എന്നല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാവാറില്ല. അവിടെ നിന്ന് തന്നെ, അതായത് വെസ്റ്റ് ബാങ്കിൽ വെച്ച് ഏതെങ്കിലും ഫലസ്തീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അതിനെ പ്രതികരിക്കുക യഥാർത്ഥത്തിൽ ഗസയിലുള്ള ഹമാസിൻ്റെ ആളുകളാണ്. അവർക്ക് പ്രതികരിക്കാനൊന്നും അന്താരാഷ്ട്ര വേദിയിലൊക്കെ സംസാരിക്കുമെന്നല്ലാതെ അതൊരു ഗുണമൊന്നുമില്ലല്ലോ. ചർച്ചകൾ വലിയ രീതിയിൽ നടക്കും, വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാവും, പക്ഷെ അതിന് പരിഹാരം ഉണ്ടാക്കാറില്ല. അങ്ങനെ അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ മിസൈലുണ്ട്. അതായത് ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് 70 കിലോമീറ്ററാണ് ദൂരപരിധിയുള്ളത്. ഈ 70 കിലോമീറ്ററും ഇസ്രായേലിൻ്റെ ഭൂപ്രദേശമാണ്. ഇസ്രായേലിൻ്റെ ആകാശത്തു കൂടിയാണ് എടുക്കുന്നത് ഹമാസ് ഈ ഫത്താ വിഭാഗത്തെ വെസ്റ്റ് ബാങ്കിൽ ആക്രമിക്കുക. വെസ്റ്റ് ബാങ്ക് തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കുന്നതും ഈ ഇസ്രായേലിൻ്റെ ആകാശത്തു കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്യണം, പക്ഷെ അവർ ചെയ്യില്ല. കാരണം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വിഭാഗം ഏറ്റുമുട്ടുന്ന സമയത്ത് അവർക്ക് സന്തോഷമല്ല ഉണ്ടാവുക. അതുകൊണ്ട് അവർ പ്രോത്സാഹിപ്പിക്കുക, ആയുധമാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും. ഹമാസിന് ആദ്യ ഘട്ടത്തിലൊക്കെ ആയുധം നൽകിയത് ഇസ്രായേലാണ് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ്. അതായത് ഫത്താ വിഭാഗത്തെ നേരിടാൻ വേണ്ടിയിട്ട്, അത് ഈ യാസർ അറഫാത്തൊക്കെ ഉള്ള കാലത്ത് സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തെ സൃഷ്ടിക്കാൻ വലിയ രീതിയിൽ സൈനിക സഹായം നൽകി. ഇതൊരു സർവീസ്, ഒരു സേവന വിഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ. ഏതെങ്കിലും പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക, മരുന്നില്ലാത്തവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക, ഭക്ഷണമില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുക, ആശുപത്രിയിൽ സേവനം ചെയ്യുക, മരണപ്പെട്ട് കഴിഞ്ഞാൽ മൃതദേഹം അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസ് മേഖലയായിട്ടാണ് ഹമാസിൻ്റെ ആദ്യ കാലഘട്ടം. പിന്നീടാണ് അവർ കുറച്ചും കൂടിയും ഈ സാമ്പത്തിക രംഗത്തേക്കൊക്കെ പ്രവേശിച്ചതോടുകൂടി ആയുധപരമായിരിക്കുന്ന ശക്തി ഉണ്ടാകുന്നു. ആ ശക്തി നൽകാൻ ഇസ്രായേൽ മുന്നോട്ട് വരുന്നു. ഇസ്രായേൽ അങ്ങനെ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളെ കൊടുത്തും കഴിഞ്ഞിട്ട് അവരെ പരിശീലിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അവരങ്ങനെ പഠിക്കുകയും ചെയ്യുന്നു. പിന്നെ റൂട്ട് മാറി അവർ അവരുടേതായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ താടി കൈയും കൊടുത്ത് ഇരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഇവരിപ്പോൾ ഫത്താനെ ആക്രമിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യം പറയേണ്ടത്, ഒരുപാട് സമയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചുരുക്കിയാണ് പറയുന്നത്. ഫത്താ ഹമാസ് 2012 പിന്നെ അമേരിക്കൻ താലിബാൻ പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സംഭവമുണ്ട്. പരസ്പരം ഇവർ ജയിലിൽ കിടക്കുന്നവരെ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ 2014 ഉണ്ടാക്കിയത് ഖത്തറാണ്. അത് ഈ അമേരിക്കയുടെ കൈവശത്തിലുള്ള താലിബാനിൽപ്പെട്ടവർ, താലിബാൻ്റെ കൈവശത്തിലുള്ള അമേരിക്കയുടെ ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം കൈമാറുന്ന ഒരു ദോഹ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് 2014 ഖത്തറിലാണ്. അപ്പോൾ അമേരിക്കയുടെ വിഷയത്തിൽ പോലും ഇടപെടാൻ മാത്രം ഖത്തർ വളർത്തിയിട്ടുണ്ടെന്ന് ചുരുക്കം. 2020 വീണ്ടും അമേരിക്കയും താലിബാനും തമ്മിൽ ദോഹ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ പുതിയൊരു കരാർ പത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ട് തരത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന്, അഫ്ഗാനിസ്ഥാനിലെ താലിബാനിലെ ഭരണം അട്ടിമറിച്ചു, അവിടെ അമീദ് കർസായിയുടെ ഭരണ സംവിധാനങ്ങൾ വന്നു.
അവരെ പുറത്തു പോയി. ഈ താലിബാൻ പുറത്തു പോയതോടുകൂടി അതില്ല എന്ന് ലോകം വിശ്വസിച്ചു, പ്രത്യേകിച്ച് അമേരിക്ക വിശ്വസിച്ചു. അവരൊഴിഞ്ഞ് ഏതോ മരുഭൂമി പ്രദേശത്ത് പോയി. മനുഷ്യന്മാർക്ക് പോലും താമസിക്കാനോ കയറാനോ പറ്റാത്ത, കുടിവെള്ളം പോലും ഇല്ലാത്ത അഫ്ഗാനിസ്ഥാൻ്റെ തെക്ക് ഭാഗങ്ങളിലൊക്കെ മരുഭൂമി പോയിട്ട് വലിയ രീതിയിൽ സൈനിക പ്രാക്ടിക്കലൊക്കെ നടത്തിയിട്ട് അവർ തിരിച്ചു വന്നുകൊണ്ട് എന്ത് ചെയ്തു? ഭരണം പിടിച്ചെടുത്തു. അത് 2021 കാലഘട്ടത്തിലാണ്, ദോഹ എഗ്രിമെൻ്റ് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഭരണം പിടിച്ചെടുത്തതോടുകൂടി പ്രശ്നമായി. പ്രശ്നം എന്ന് വെച്ചാൽ 2500 അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ട്. അവർക്ക് ജീവനോട് കൂടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയുണ്ടായി. പെട്ടെന്ന് അപ്രത്യക്ഷമായ രീതിയിലാണ് ഇവർ പ്രത്യക്ഷമാകുന്നത്. പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് നേരം വെളുത്തിട്ട് രാത്രി കിടന്ന് നേരം വെളുക്കുമ്പോഴത്തേനും ഭരണം മാറിയ വിവരം അവർ തന്നെ അറിഞ്ഞത്. പിന്നെ അവരൊക്കെ ഓരോരുത്തർ രക്ഷപ്പെട്ടു പോകുന്ന ഭീകരമായിരിക്കുന്ന രംഗങ്ങൾ, വിമാനത്തിൻ്റെ മേലെ കയറിയിരുന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നത്, വിമാനത്തെ ഡോർ അടക്കാൻ പറ്റാത്തത്, വിമാനം ഉയർന്ന സമയത്ത് വിമാനത്തിൻ്റെ ബോഡിക്ക് മേലെയുള്ള ആൾ താഴെ വീണിട്ട് ദയനീയമായ രീതിയിൽ, ദാരുണമായ രീതിയിൽ മരണപ്പെടുന്നതൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുള്ള റിപ്പോർട്ടായിരുന്നു. ആ ഒരു സ്ഥിതിയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അവർ ജീവനോടെ രക്ഷപ്പെടുത്തിയത് ഖത്തറാണ്. 2023 ഇസ്രായേലും ഹമാസും തമ്മിൽ ഹോസ്റ്റേജിനെ ബന്ദികളെ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയത് അതും ഈ പറയപ്പെട്ട ഈ ഖത്തറാണ്. പിന്നീട് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കരാറുണ്ടായിരുന്നു. ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത്. അതായത് ഇസ്രായേലാണ് ആ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയത്. വലിയ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതിനും ഇടപെട്ടു. ദോഹ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കരാർ പത്രം ഉണ്ടാക്കി. അത് മറ്റുള്ള രാജ്യങ്ങൾ, ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ കരാർ വ്യവസ്ഥ രൂപപ്പെടുത്തിയത് ഖത്തറാണ് എന്ന് ചുരുക്കം. ഇപ്പോൾ 2026 നമ്മൾ എത്തി നിൽക്കുന്നു. നമ്മൾ മെയ് മാസം എത്തി നിൽക്കുന്നു. മെയ് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ അവസാനത്തെ കരാർ എന്ന് പറയുന്നത് എന്താണ്? ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോഹയിൽ വെച്ച് ഇപ്പോൾ ആ കരാർ നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് ആദ്യമൊക്കെ ഈ ഖത്തർ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഒരുപാട് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും എവിടെയും എത്താതായ സമയത്ത് ഏറ്റവും ഒടുവിൽ ഖത്തർ തന്നെ ഇതിന് മധ്യസ്ഥം വഹിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 6ഓളം പ്രമുഖരായിരിക്കുന്ന രാജ്യത്തിലെ ഭരണാധികാരികളുമായിട്ട് ഖത്തർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. അതിന് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, അന്താരാഷ്ട്ര തലത്തിൽ UN സഭ എടുക്കുന്ന പ്രശ്നപരിഹാരം എന്നുള്ളടക്കും ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെട്ടുകൊണ്ട് ശാന്തമായിരിക്കുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിലും ഖത്തറിനെ പോലെ ഇടപെടൽ നടത്തിയ ഒരു രാജ്യവും ഇന്നത്തെ വർത്തമാന കാലത്ത് ഇല്ല എന്ന് ചുരുക്കം.